നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഫുട്ബോൾ അതിൻ്റെ ഏറ്റവും പരിതാപകരമായ കാലഘട്ടങ്ങളിലൂടെ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ CBF പ്രസിഡന്റ് എഡനാൾഡോ റോഡ്രിഗസ് ഈ ഘട്ടത്തിൽ റീഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ റൊണാൾഡോ നസാരിയോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്തവണ CBF പ്രസിഡൻ്റ് ആവാൻ വേണ്ടി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയായിരുന്നു. നല്ല രാഷ്ട്രീയ കളികൾ ഇവിടത്തെയൊക്കെ പോലെ തന്നെ അവിടെയും നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എഡനാൾഡോ റോഡ്രിഗസ് വീണ്ടും ഇലക്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ നടന്നത്. മറ്റാരും കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടി നോക്കണം. ഈ എഡനാൾഡോ റോഡ്രിഗസിൻ്റെ കീഴിൽ, അതായത് അദ്ദേഹം CBFൻ്റെ പ്രസിഡൻ്റ് ആവുന്ന ഘട്ടത്തിൽ ബ്രസീലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരുന്നു നോക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയയോട് തോറ്റു. ഉറുഗ്വായോട് 22 വർഷങ്ങൾക്ക് ശേഷം തോറ്റു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രസീലിയൻ മണ്ണിൽ വെച്ച് വേൾഡ് കപ്പ് ക്വാളിഫയർ തോറ്റു. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി 4-1 അർജൻറ്റീനയോട് കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങി. 1964 ശേഷം അർജൻറ്റീനയോട് ഏറ്റവും വലിയ തോൽവിയായിരുന്നു അത്. ബ്രസീലിയൻ ഫുട്ബോളിലെ ചരിത്രത്തിലെ ഏറ്റവും മോശം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഇയർ ആയിരുന്നു. 1940 ശേഷമുള്ള കണക്കാണത്. കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ക്വാർട്ടർ ഫൈനലിൽ എലിമിനേറ്റഡായി. അണ്ടർ-20 വേൾഡ് കപ്പിൽ ഇസ്രയേലുമായിട്ട് തോറ്റു പുറത്തായി. അണ്ടർ-17 വേൾഡ് കപ്പിൽ അർജൻറ്റീനയോട് 3-0 തോറ്റു പുറത്തായി. വേഴ്സ്റ്റ് എവർ ലോസ്റ്റ് അറ്റ് യൂത്ത് ലെവൽ 6-0 അർജൻറ്റീനയോട് അണ്ടർ-20 കോപ്പ അമേരിക്കയിൽ തോറ്റു. പിന്നെ സമ്മർ ഒളിമ്പിക്സിന് ക്വാളിഫിക്കേഷൻ നേടുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് ഫാസ്റ്റസ്റ്റ് വിമൺസ് വേൾഡ് കപ്പ് എക്സിറ്റ് സിൻസ് 1995 സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് CBFൻ്റെ പ്രസിഡന്റ് എഡനാൾഡോ റോഡ്രിഗസ് ബ്രസീൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ആൾ തന്നെ വീണ്ടും റീഇലക്ട് ചെയ്യപ്പെടുന്നു. നീണ്ട കാലത്തേക്ക് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായിരിക്കും. എന്തും മാറ്റങ്ങളാണ് ഉണ്ടാവുക? ബ്രസീൽ വീണ്ടും താഴേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.